ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മൾ ജൂൺ 2024 ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കി ഷെഡ്യൂൾ 3 ക്യാഷ് ഫ്ലോയും ഒഴിച്ചാൽ ഇനി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടും. ഇനി നമുക്ക് നേരെ ഒന്നുകൂടി ബാക്കിലോട്ട് പോകാം. ഏതിൽ? ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനുശേഷം മോക്ക് ഉണ്ട്. ഡിസംബർ 2024 ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിൻ്റെ മോക്ക് ഉണ്ട്. അത് നമുക്ക് മുഴുവനായിട്ട് സോൾവ് ചെയ്തിട്ട് ഇൻക്ലൂഡിങ് ഷെഡ്യൂൾ 3 ഇൻക്ലൂഡിങ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കൂടി അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയാക്കാം. ദെൻ MCQ, ദെൻ ക്യാഷ് ഫ്ലോ, മെറ്റീരിയൽ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം. ഓക്കെ, ഒരു 2 സെഷനും കൂടി ആയതോടുകൂടി ഒരു 2 സെഷനും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആവും, MCQവും എല്ലാം കൂടിയൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ ബി പാർട്ടിലോട്ട് പോകുക. ഇത് ഡിസംബർ 2023 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സെക്ഷൻ ബി, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഞാൻ താഴെ ഇട്ട് വെക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഗൂഗിളിൽ നിന്ന് കിട്ടും. PDF നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. അതർവൈസ് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ 2A എന്താ പറഞ്ഞിരിക്കുന്നത്? A Limited has subscribed capital of 150 lakh divided into 1,50,000 shares of 100 each. ഓക്കെ, ഷെയർസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ റൈറ്റ് ഇഷ്യൂവിനെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ തന്നെ റീ ഇഷ്യൂവിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഇഷ്യൂ ആൻഡ് ഫോർ ഫീച്ചർ റീ ഇഷ്യൂ ആ റിലേറ്റഡും ഉണ്ട്. ദെൻ റൈറ്റ് ഇഷ്യൂവിൻ്റെ ഒരു പോയിന്റും പറയുന്നുണ്ട്. കമ്പനി ടേക്കൺ ദി ഫോളോയിങ് ഡിസിഷൻസ്. 3,000 ഇക്വിറ്റി ഷെയർസ് ഓൺ വിച്ച് 50 per share have been received are to be forfeited for non-payment of 30 first call and 20 final call. പിന്നെന്താ, പിന്നെ ഒന്നുകൂടി ഉണ്ട്. 2 ഫോർ ഫീച്ചറും ഒറ്റ റീഇഷ്യൂ. ബേസിക് ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അരമണിക്കൂറിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പാസ്സാവാനുള്ള സാധനങ്ങളൊക്കെ അരമുക്കാൽ മണിക്കൂറിൽ പാസ്സാവാനുള്ളതൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ തന്നിട്ടുണ്ട്. ഡിസംബർ 23 മെറ്റീരിയൽസ് തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്തു വരുമ്പോൾ അറിയും, ബേസിക്സ് അറിയണമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ ഷെയർ ക്യാൻസൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടും പിന്നീട് റീഇഷ്യൂ ചെയ്യുന്നതിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. ഷെയർ ഫോർ ഫീച്ചർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ജേണൽ എൻട്രി വരുന്നത് ഷെയർ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്, ഫോർ ഫീച്ചർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെദർ ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ നോട്ട്. ഷെയർ ക്യാപിറ്റലിന്റെ ഏറ്റവും ഇനീഷ്യൽ ഇൻസ്റ്റാൾമെന്റ് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ റെസീറ്റ് ബേസിസിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ ആദ്യം വരും, ദെൻ ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ സെക്കൻഡ് വരും. ബാക്കിയുള്ളതിലെല്ലാം നമ്മൾ ഡ്യൂ എൻട്രി ഇട്ടതിന് ശേഷമാണ് റെസീറ്റ് എൻട്രി വെക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞിട്ടാണ് ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് വരിക. ശരിയല്ലേ? അപ്പൊ നമ്മൾ ആ ഡ്യൂ എൻട്രി ഇട്ട് വെച്ചിട്ടുണ്ട്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നീട് പൈസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ. പക്ഷെ പൈസ തരാതിരുന്നത് കാരണം നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും. പൈസ തരാതെ ആവുന്ന സമയത്ത്, നമ്മൾ പൈസ വേണമെന്ന് പറയുന്ന സമയത്ത് അവർ തരാതെ ആവുമ്പോൾ നമ്മൾ ഈ എമൗണ്ടിനെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ഷെയർ സെക്കൻഡ് കോളിനെ റെസീറ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ ഓർ ഷെയർ അലോട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ we put that amount into some separate account or show it under some separate account. ഏത് അക്കൗണ്ട്? കോൾസ് ഇൻ അരിയർ. പൈസ കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാനൊരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് എനിക്ക് പൈസ കിട്ടാനുള്ളതാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എന്ത് എൻട്രി ആയിരിക്കും പാസ് ചെയ്തിട്ടുണ്ടാവുക? ഡ്യൂ എൻട്രി ഇട്ടു, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ ഓർ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഡ്യൂ എൻട്രി ഇട്ടു. റെസീറ്റിന്റെ സമയത്ത് എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ, കോൾ ചെയ്തു തന്നില്ല, എന്താ എൻട്രി ഇടുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് ഓർ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ട് ഏതാണോ വാട്ട് എവർ ദി ഇൻസ്റ്റാൾമെന്റ് നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്ന അക്കൗണ്ട്. അതിന്റെ നേച്ചർ അസറ്റ് നേച്ചറാണ്. എന്താണ്? അസറ്റ് നേച്ചറാണ്. കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല, ദാറ്റ്സ് ആൻ അസറ്റ്. ദെൻ അതിനെ നമ്മൾ കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അല്ലെങ്കിൽ ടു ഷെയർ ഫസ്റ്റ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ,
അപ്പോൾ നമ്മളുടെ ബുക്സിൽ ഇപ്പോൾ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ ബേസിക്സ് ആണ്, ഫണ്ടമെന്റൽ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി പറയണമെന്ന് മാത്രം. അപ്പോൾ ഈ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിനകത്തുള്ളത് നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ്, ശരിയല്ലേ? ഇനി ആക്ച്വലി നിങ്ങൾക്ക് കിട്ടിയ പൈസ അവിടെ വേറെയുണ്ട്. നിങ്ങൾ അപ്ലിക്കേഷൻ മണി കിട്ടി, അലോട്ട്മെന്റ് മണി കിട്ടി, ഫസ്റ്റ് കോൾ ആണ് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് എന്ന് പറഞ്ഞാൽ കിട്ടിയ 2 എമൗണ്ടും നമ്മളുടെ ഷെയർ ക്യാപിറ്റലിനകത്ത് ഉണ്ട്, ശരിയല്ലേ? ഇപ്പൊ ഒരു 10 രൂപ അപ്ലിക്കേഷൻ മണി, സോറി 10 വേണ്ട, 10 രൂപയാണ് ഫേസ് വാല്യൂ, 2 രൂപ അപ്ലിക്കേഷൻ, 2 രൂപ അലോട്ട്മെന്റ്, 2 രൂപ ഫസ്റ്റ് കോള്, 2 രൂപ സെക്കൻഡ് കോള്. എമൗണ്ട് ഒരേതാക്കിയ കൺഫ്യൂഷൻ ആവോ? മാറ്റി മാറ്റി എഴുതരാം. 2 രൂപ അപ്ലിക്കേഷൻ, 3 രൂപ അലോട്ട്മെന്റ്, 2.5 റുപ്പീസ് ഷെയർ ഫസ്റ്റ് കോള്. ഓക്കെ, ദെൻ വേറെന്താ വേണ്ടത്? ഇല്ല, അത്ര മതി, ബാക്കി വിളിക്കുന്നതേ ഉള്ളൂ. ഈ 2 രൂപ എനിക്ക് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, ഈ 3 രൂപ അലോട്ട്മെന്റ് മണി റിസീവ്ഡ്, ഈ 2.5 വിളിച്ചു, കുറെ പേര് തന്നു, കുറച്ച് പേര് തന്നിട്ടില്ല. തന്നവരുടെ ഓക്കെ, തരാത്തവരെ പറ്റിയിട്ടാണ് ഇവിടെ സംസാരിക്കാൻ പോണത്. തരാത്തവരുടെ എമൗണ്ട് നമ്മൾ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിലേക്ക് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഒരു 2 രൂപയുടെ ആൾക്കാർ തന്നു, 0.5 തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ ചെയ്യണം, സിംപ്ലിസിറ്റിക്ക് വേണ്ടി പറയുകയാണ്. 2 കോൾസ് ഇൻ അരിയർ 0.5 ടോട്ടൽ ടു ഷെയർ ഫസ്റ്റ് കോൾ 2.5. ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞ ലെഡ്ജറിനകത്തുള്ളത് എനിക്ക് കിട്ടാത്ത പൈസയാണ്. ആൻഡ് എനിക്ക് ഓൾറെഡി കിട്ടിയ പൈസ എന്ന് പറയുന്നത് 5 രൂപയുമാണ്, ശരിയല്ലേ? അപ്പൊ ഈ 5 രൂപ ഈ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? കോൾസ് ഇൻ അരിയറിന് എന്ത് പറ്റും? ഇതാണ് റീഇഷ്യൂ സമയത്ത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത ഫോർ ഫീച്ചറിന്റെ സമയത്ത് വരുന്ന നോർമലി നമ്മൾ എഴുതേണ്ട എൻട്രീസ്. ഇത് ബേസിക്സ് ഒക്കെ അറിയുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും, ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പറഞ്ഞു തന്നു മാത്രം. ഇവിടെ നോക്കൂ, ഇനി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കാം. അപ്പൊ ഏതൊക്കെയാണ് കോൾസ് ഇൻ അരിയറിൽ, ഏതൊക്കെയാണ് എൻ്റെ അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നത് എന്നുള്ളത് നോക്കുക. 3000 ഷെയർസ് ഓഫ് 50 per share have been received are to be forfeited for non-payment of first call and final call. ഫസ്റ്റ് കോളും ഫൈനൽ കോളും തന്നിട്ടില്ല, ശരിയല്ലേ? ആ തരാത്ത പൈസ കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിൽ ഉണ്ടാവും. 30 രൂപ ഫസ്റ്റ് കോളും 20 രൂപ ഫൈനൽ കോളും, ടോട്ടൽ 50 രൂപ പെർ ഷെയർ കോൾസ് ഇൻ അരിയറിനകത്ത് ഉണ്ടാവും. അതേപോലെ ഷെയർ ക്യാപിറ്റലിനകത്ത് എത്ര ഉണ്ടാവും? എനിക്ക് കിട്ടിയ പൈസ 50 per share ഹാവ് ബീൻ റിസീവ്ഡ്. റിസീവ്ഡ് എത്രയാ? റിസീവ്ഡ് എന്ന് പറയുന്നത് 50, കിട്ടാനുള്ളത് 50, ശരിയല്ലേ? റിസീവ്ഡിനും ഞാൻ ക്യാപിറ്റലിലേക്ക് എൻട്രി ഇട്ടിട്ടുണ്ടാവും, കിട്ടാനുള്ളതിനും ഞാൻ ക്യാപിറ്റലിലേക്ക് എൻട്രി ഇട്ടിട്ടുണ്ടാവും. എങ്ങനെയാ സാറേ കിട്ടാനുള്ളതിന് എൻട്രി ഇട്ടിട്ടുണ്ടാവുക? എടാ പിള്ളേരെ, ഈ റെസീറ്റിന്റെ എൻട്രി വരുന്നത് റെസീറ്റിന്റെ സമയത്താണ്. ഈ ഫസ്റ്റ് കോളിനും സെക്കൻഡ് കോളിനും ഞാൻ ഓൾറെഡി ഡ്യൂ എൻട്രി ഇട്ടിട്ടുണ്ട്. കിട്ടുന്ന സമയത്തല്ലേ അറിയുള്ളൂ തന്നോ തന്നിട്ടില്ല എന്നുള്ളത്. ഇതിനൊക്കെ ഓൾറെഡി എന്ത് എൻട്രി പാസ് ചെയ്തിട്ടുണ്ടാവും? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ടാവും, ഷെയർ സെക്കൻഡ് കോൾ അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതെല്ലാം ഷെയർ ക്യാപിറ്റലിനകത്ത് വന്നു, പക്ഷെ കിട്ടുന്ന സമയത്ത് എനിക്കൊരു 3000 ആൾക്കാരുടെ 50 രൂപ എനിക്ക് കിട്ടിയില്ല. 50 പേരുടെ കിട്ടി, 50 രൂപ കിട്ടി, 50 രൂപ കിട്ടിയിട്ടില്ല. ഇനി എന്താണ് സംഭവിക്കുക? കിട്ടിയ പൈസ, ഓക്കെ, കമ്പനിക്ക് കിട്ടിയ പൈസയെ ഞാൻ എന്ത് ചെയ്യും? ഫോർഫീറ്റ് ചെയ്യും. ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇനി തിരിച്ചു കൊടുക്കണ്ട. പറഞ്ഞ സമയത്ത് മുഴുവൻ പൈസ തന്നാണെങ്കിൽ കുഴപ്പമില്ല. പറഞ്ഞ സമയത്ത് മുഴുവൻ പൈസ തരാത്തത് കാരണം ഈ തന്ന 50 രൂപയെ ഞാൻ ഫോർഫീറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ തന്നെ വെക്കും. അതാണ് ഫോർഫീച്ചറിന്റെ മീനിങ്. ഇപ്പൊ നിന്റെ അടുത്ത് നിന്ന് ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നിനക്കൊരാൾ പൈസ തന്നു, വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞു. അവസാനം ഒരു അഡ്വാൻസ്, ഒരു 100 രൂപയുടെ സാധനത്തിന് 30 രൂപ നിനക്ക് അഡ്വാൻസ് തന്നു എന്ന് വിചാരിക്കുക. 30 രൂപ തന്നു, ബാക്കി 70 രൂപ തരാനില്ല. നീ എന്ത് പറയും? 30 ഇനി തിരിച്ചു തരാൻ പറ്റില്ല, നീ സമയത്തിന് വരാത്തത് കൊണ്ടല്ലേ നീ വെക്കോ എന്ന് പറയും. യു ആസ് എ കമ്പനി യു ആർ ഫോർഫീറ്റിംഗ് ദി എമൗണ്ട് വിച്ച് ഈസ് ഓൾറെഡി റിസീവ്ഡ്. അപ്പൊ ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് പോകുന്നത് ഈ പറഞ്ഞ 50 റുപ്പീസ് ആണ്. കിട്ടിയ പൈസ ഇനി തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല, കയ്യിൽ തന്നെ വെക്കുക. അതാണ് ഫോർഫീച്ചർ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ലേ? എനിക്കൊരാൾ പൈസ തന്നു, 100 രൂപ തരണം, 50 രൂപ തന്നു, ബാക്കി 50 തരില്ല എന്ന് പറഞ്ഞപ്പോൾ നീ വെക്കോ, ഈ 50 ഒന്നും തരാൻ പറ്റില്ല, ഇത് ഞാൻ ഫോർഫീറ്റ് ചെയ്യണം. തന്ന പൈസ ഫോർഫീച്ചർ അക്കൗണ്ടിൽ കിട്ടും. എളുപ്പമല്ലേ? അതെ.
തരാത്ത പൈസ എന്താണ്? തരാത്ത പൈസ, കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിനകത്തുള്ള പൈസ എന്ത് ചെയ്യേണ്ടി വരും? കോൾസ് ഇൻ അരിയർ അക്കൗണ്ടിനകത്തുള്ള പൈസ, കോൾസ് ഇൻ അരിയർ അസറ്റ് നേച്ചർ ആണ്. ഇത് ഡെബിറ്റിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഫോർ ഫീച്ചർ അക്കൗണ്ട് എനിക്ക് ഒരു തരത്തിൽ ഒരു ഇൻകം പോലെയാണ്. ഇത് പിന്നീട് ഇൻകം ആണോ എന്ന് ചോദിച്ചാൽ ഒരു ക്യാപിറ്റൽ റെസീറ്റ് പോലെയാണ്. ആക്ച്വലി എൻ്റെ ഇൻകം അല്ല, ഷെയർ ക്യാപിറ്റൽ തരുന്ന വഴിയിൽ എനിക്ക് കിട്ടിയ ഒരു ക്യാപിറ്റൽ റെസീറ്റ് ആണ്. ഓക്കെ, അതായി ഓൾറെഡി ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇനി പൈസ കിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ റിവേഴ്സ് ചെയ്തു, ഇതിനെ ക്രെഡിറ്റ് ചെയ്തു. ഫോർ ഫീച്ചർ ഒരു ക്യാപിറ്റൽ റെസീറ്റ് കൈൻഡ് ഓഫ് ഇൻകം ആണ്, ബട്ട് അത് പി ആൻഡ് എല്ലിൽ വരുന്നതല്ല. ഇത് ക്യാപിറ്റൽ നേച്ചർ ഉള്ളതായതുകൊണ്ട് നേരിട്ട് ബാലൻസ് ഷീറ്റിലെ ഒരു റിസർവിലോട്ടാണ് പോവുക. ദെൻ 50 രൂപയും ഈ ഒരു 50 രൂപയും ടോട്ടൽ 100 രൂപ ഷെയർ ക്യാപിറ്റലിന് ഞാൻ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 3000 ഷെയറിന്റെ 3000 × 100 ഞാൻ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? 3000 ഷെയറിന്റെ 100 രൂപ വെച്ചിട്ടുള്ള ഫുൾ ഷെയർ ക്യാപിറ്റൽ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 3000 × 100 3 ലക്ഷം. ഓക്കെ, 2 ഷെയർ ഫോർ ഫീച്ചർ തന്ന പൈസയാണ് ഞാൻ ക്യാൻസൽ ചെയ്യുക, എന്നിട്ട് എൻ്റെ പോക്കറ്റിലിടും. എൻ്റെ പോക്കറ്റിലിട്ട് ഇനിയൊന്നും തരാൻ പറ്റില്ല പയ്ക്കാം. ഓക്കെ, തരാൻ പറ്റില്ല. അതിനെ ഫോർ ഫീച്ചർ അക്കൗണ്ടിലിടും 3000 × 50. ഇനി ഒരു അസറ്റ് ഉണ്ട്, കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇട്ട് വെച്ചു, ഇനി കിട്ടാനൊന്നും പോണില്ല, അതിനെ ക്യാൻസൽ ചെയ്യുക. 2 കോൾസ് ഇൻ അരിയർ 3000 × 50. എത്ര സിമ്പിൾ പരിപാടി, ആലോചിച്ച് നോക്കൂ. ചുരുക്കി പറയാം, 3000 ഷെയർ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്. ഷെയർ ക്യാപിറ്റൽ ഓൾറെഡി ക്രെഡിറ്റ് വന്നതുകൊണ്ട് ഈ 3000 ഷെയറിന്റെ ഷെയർ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുക 3000 × 100. ദെൻ താഴെ ഫോർ ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ കൈൻഡ് ഓഫ് ക്യാപിറ്റൽ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വേർഡ് ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു ഇൻകം നേച്ചർ ആണ്, ബട്ട് പി ആൻഡ് എൽ അല്ല വരിക, ഒരു ക്യാപിറ്റൽ റെസീറ്റ് പോലെയാണ്. അതിനെ എനിക്ക് തരാനുള്ള പൈസ തരാത്തത് കൊണ്ട് ഞാൻ അതിനെ പിടിച്ച് എൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടു, ഞാൻ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഫോർ ഫീച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കയ്യിൽ വെച്ചു. 3000 × 50 തന്ന പൈസയെ ഞാൻ ക്യാൻസൽ ചെയ്തു. നിനക്ക് 30 രൂപ, മറ്റേത് ഒരാൾ അഡ്വാൻസ് തന്നു 30 രൂപ, അതിനെ തന്നെ കയ്യിൽ വെച്ചു. അടുത്തത് ഒരു അസറ്റ് ഉണ്ട്, കോൾസ് ഇൻ അരിയർ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് വെച്ചു, ഇനി കിട്ടില്ല, തിരിച്ചതിനെ റിവേഴ്സ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. ഓൾ ഗുഡ്. ഇത്രയേ ഉള്ളൂ ഷെയർ ഫോർ ഫീച്ചറിന്റെ നോർമൽ കോൺസെപ്റ്റ്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് ക്ലാസ്സിൽ ബേസിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ 4-5 മിനിറ്റിൽ ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. അപ്പൊ സെക്കൻഡ് വൺ ഇത് വെച്ചിട്ട് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. എടാ പോസ് ചെയ്ത് നിന്റെ അടുത്താണ്. വീഡിയോ പോസ് ചെയ്തിട്ട് 6000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 80 per share paid up are to be forfeited. 80 രൂപ തന്നു, ബാക്കി 20 തരാത്തത് കാരണം 80 രൂപ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകണം. എന്ത് കൊള്ളയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരുത്തൻ 100 രൂപ തരാനുണ്ട്, 80 രൂപയും തന്നു, പാവം. ഇതിൽ കുറച്ച് സാധാവും. മറ്റേതിൽ 50 ആയിരുന്നു, ഇതിൽ 80 തന്നു, 20 തരാത്തത് കാരണം ഈ 80 ഇനി തിരിച്ചു തരില്ല എന്ന്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയേ. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഒന്ന് പോസ് ചെയ്യേ, എന്നിട്ട് എൻട്രി ആലോചിക്കുക. ഫുള്ള് ഷെയർ ക്യാപിറ്റൽ വന്നിട്ടുണ്ടാവും. ഷെയർ ക്യാപിറ്റലിനെ ഫുള്ളും എന്ത് ചെയ്യണം? വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആലോചിച്ചതിന് ശേഷം പറയും പിള്ളേരെ. ഞാൻ പോസ്റ്റ് ആക്കി നിൽക്കണം, എന്നാ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ആലോചിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരു 5 സെക്കൻഡ് കൂടി ജേണൽ എൻട്രി വേഗം മൈൻഡിൽ ആലോചിക്കുക. അത് ശരിയാണോ നോക്കാം നമുക്ക്. ഓക്കെ, 6000 ഷെയർസിനെ ക്യാൻസൽ ചെയ്യണം. 6000 × 100. തന്ന പൈസ ഇനി തിരിച്ചു കൊടുക്കണ്ട. 80 രൂപ തന്നു, 6000 × 80 ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിലേക്ക്. ബാക്കി എന്താ? 20 രൂപ വിളിച്ചു, തന്നില്ല. കോൾസ് ഇൻ അരിയറിനെ ക്രെഡിറ്റ് ചെയ്യുക 20 രൂപ. എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6 lakh. 2 ഷെയർ ഫോർ ഫീച്ചർ 6000 × 80 4,80,000. ടു കോൾസ് ഇൻ അരിയർ 6000 × 20 1,20,000. ഒന്നും നമ്മൾ നോക്കിയില്ല, ജസ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടണം. ഓക്കെ, ഇനി all the 9,000 shares were reissued at 90 per share. ഈ 9,000 ആദ്യത്തെ 6,000 പിന്നെ ഒരു 3,000 9,000 ഞാൻ ഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്. ഈ 9,000 റീഇഷ്യൂ ചെയ്യാണ്. റീഇഷ്യൂ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ 90-നാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 9,000 ശരിക്കും ആദ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ 100-ന് തന്നെയാണ് ചെയ്തത്. പക്ഷെ എല്ലാവരും പൈസ ഒന്നും ഈ 9,000-ന്റെ മാത്രം തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ശരിക്കും
ഫുൾ ഇഷ്യൂ നോക്കുന്ന സമയത്ത് 1,41,000 ഷെയർസ് സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. നമ്മുടെ ടോട്ടൽ 1.5 അല്ലേ, 1.5 ലക്ഷമാണ് ടോട്ടൽ. 1.41 സബ്സ്ക്രൈബ് ആയി, ബാക്കി 9,000. ഈ ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 100 തരണ്ട, ഫുള്ളായിട്ട് ഇൻസ്റ്റാൾമെന്റും തരാൻ പറ്റില്ല, ഫുള്ളായിട്ട് ഒരു 90 രൂപ ഷെയറിന് തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ 9,000 ഷെയർ തരാമെന്ന് പറയും. അപ്പോൾ ഈ 9,000 ഷെയർ റീഇഷ്യൂ ചെയ്യാൻ പോവുകയാണ്, അതിന്റെ എൻട്രി. പക്ഷെ സാറേ അവിടെ ഒരു 10 രൂപ നഷ്ടം വരില്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യണം? 100 രൂപയുടെ സാധനം 90-നല്ലേ കൊടുക്കുന്നത്, 10 രൂപ നഷ്ടം വരും. എടാ അതിനല്ലേ ഇവന്മാരുടെ നിന്ന് കൊള്ളയടിച്ച് വെച്ച പൈസ. ഒരുത്തൻ 50 രൂപ തന്നിരിക്കണു, ഒരുത്തൻ 80 രൂപ തന്നിരിക്കണു, ഇതിനൊക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താ ഒരു ക്യാപിറ്റൽ നേച്ചറുള്ള ഒരു ഇൻകം ആണെന്ന് പറഞ്ഞു. ആ ഇൻകത്തിന് എടുത്തിട്ട് ഈ ലോസിനെ ബെയർ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ പരിപാടി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപ വരും? 90 രൂപ വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 9,000 ഇൻറ്റു 90 അവിടെ പോയി 9,000 ഇൻറ്റു 90 8,10,000. ദെൻ ഷെയർ ഫോർ ഫീച്ചർ ഓൾറെഡി ഒരു നമ്മുടെ ഒരു ഇൻകം അവിടെ കിടക്കുന്നുണ്ട്. അതിന്ന് നമ്മൾ എന്തിനെ റിക്കവർ ചെയ്താൽ മതി? ഈ ലോസിനെ റിക്കവർ ചെയ്താൽ മതി. 9,000 ഇൻറ്റു 10 90,000 ടു ഷെയർ ക്യാപിറ്റൽ. നമ്മൾ ആദ്യം അലോട്ട് ചെയ്യുന്ന സമയത്തും ഷെയർ ഫസ്റ്റ് കോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ഷെയർ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ ഫീച്ചറിന് വേണ്ടിയിട്ട് അതിനെ വീണ്ടും റിവേഴ്സ് ചെയ്ത് ഡെബിറ്റ് ചെയ്തു. വീണ്ടും റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും ക്രെഡിറ്റ് ചെയ്യുക. ടു ഷെയർ ക്യാപിറ്റൽ 9 ലക്ഷം കഴിഞ്ഞു. സാറേ അപ്പോൾ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ബാക്കി വല്ല പൈസ? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ബാക്കി പൈസ ഉണ്ട്. ആദ്യം നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 3,000 ഇൻറ്റു 50. പിന്നെയുള്ളത് 6,000 ഇൻറ്റു 80, 4,80,000, 1.5 ലക്ഷം. 4,80, 5,80, 6,30,000 രൂപ നമ്മളുടെ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിൽ ടോട്ടൽ ഉണ്ട്. നിങ്ങൾ ആ ജേണൽ എൻട്രി എഴുതിയില്ല, ക്രെഡിറ്റ് മാത്രം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഈ 6,30 ലോസ് റിക്കവർ ചെയ്യാൻ നമുക്കിപ്പോൾ ഒരു 90,000 വേണ്ടി വന്നു. ബാക്കിയുള്ള 5,40,000 എൻ്റെ ഇൻകം തന്നെയാണ്. അതുകൊണ്ട് P&L ഒന്നും കൊണ്ടുപോയി ക്രെഡിറ്റ് ചെയ്യരുത്. ഇതിനെ നേരെ ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എൻട്രി എന്താ? ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ് എൻട്രി പാസ് ചെയ്താൽ മതി. ഓൾ ഗുഡ്. ഓക്കെ, അത് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം റൈറ്റ് ഇഷ്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് എളുപ്പമാണ്. ഈ 1.5 ലക്ഷം ഉണ്ട്. 1.5 ലക്ഷം 5 ഷെയർ കൈവശം വെച്ചിരിക്കുന്നവർക്ക് 2 എണ്ണം കൊടുക്കുന്നുണ്ട്. ഹെൽഡറ്റ് പ്രീമിയം 30 രൂപയ്ക്ക്. നോക്കാം, അത് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ബാക്കി എൻട്രി ഒക്കെ ശരിയാണോ നോക്കുക. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യണം. ഇതിൻ്റെ ഇവിടെ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. 3,000 ആണല്ലോ, സോറി, 3,000 ഇൻറ്റു 100. കോൾസ് ഇൻ അരിയറിൽ 3,000 ഇൻറ്റു 50. ഫോർ ഫീറ്റഡിൽ 3,000 ഇൻറ്റു 50. ദെൻ അതേപോലെ ഷെയർ ക്യാപിറ്റൽ 6,000 ഇൻറ്റു 100. കോൾസ് ഇൻ അരിയറിൽ 6,000 ഇൻറ്റു 20. ദെൻ 6,000 ഇൻറ്റു 80. ദെൻ ബാങ്കിൽ 9,000 ഇൻറ്റു 90. ഷെയർ ഫോർ ഫീച്ചറിൽ 9,000 ഇൻറ്റു 10. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ 100 രൂപയുടെ ഷെയറിനെ ഒറ്റയടിക്ക് ഇഷ്യൂ ചെയ്യണം. അവിടെ 1,41,000 പേര് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ 9,000 ഷെയർസാണ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത്. വേഗം കൊണ്ട് ആരുടെടുത്തെങ്കിലും പ്രൈസ് കുറച്ചിട്ട് നമ്മൾ പൈസ വാങ്ങിക്കും കമ്പനി. ദെൻ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 9,000 ഇൻറ്റു 100. ഈ ഷെയർ ഫോർ ഫീച്ചർ അക്കൗണ്ടിനെ ക്യാപിറ്റൽ ഈ 540 എങ്ങനെയാണ് കിട്ടിയത്? ഇവിടുത്തെ ഫോർ ഫീച്ചറിലുള്ള ഈ 1.5 ലക്ഷം 1,50,000 ആഡ് 4,80,000 ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6,30,000 കിട്ടും. മൈനസ് ഈ പറഞ്ഞ 90,000 മൈനസ് ചെയ്യുക, 90,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5,40,000 കിട്ടും. ഓൾ ഗുഡ്. ഇനി അവിടെ എൻ്റെ കാൽക്കുലേറ്റർ കാണാനില്ല. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റർ കിട്ടി. ഓക്കെ, 5 ഷെയർ ഉള്ളവർക്ക് 2 ഷെയർ കൊടുക്കാന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളുടെ എത്ര ഉള്ളത്? ടോട്ടൽ 1,50,000 ഷെയർസ് ആണ് ഉള്ളത്. 5 എണ്ണം ഉള്ളവർക്ക് 2 എണ്ണം തരാമെന്ന് പറയണം. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 60,000 ഷെയർ. നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ റൈറ്റ് ഇഷ്യൂവിൽ പഠിക്കുന്ന പോലെ ഡിസ്കൗണ്ടിലൊന്നുമല്ല കൊടുക്കുന്നത്. 100 രൂപയുടെ ഷെയറിനെ 30 രൂപ പ്രീമിയം ആഡ് ചെയ്തിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതിൽ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ, അവിടെ പോയി പ്രീമിയം ഓഫ് 30 പെർ ഷെയർ. പ്രീമിയം ഓഫ് 30 പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാല്യൂ 100 പ്ലസ് 30. ഓക്കെ, 60,000 ഇൻറ്റു 130. 60,000 ഇൻറ്റു 130 ഈസ് ഈക്വൽ ടു 78 lakhs. 60,000 ഇൻറ്റു 130. ഷെയർ ക്യാപിറ്റലിലേക്ക് 60,000 ഇൻറ്റു 100 ആൻഡ് പ്രീമിയത്തിലേക്ക് 60,000 ഇൻറ്റു 30. നോക്കൂ,
എത്ര സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ എടുത്തത് കൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് ഓൾറെഡി അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാൽക്കുലേഷൻ ഇറ്റ്സ് ജസ്റ്റ് പീസ് ഓഫ് കേക്ക്. പുട്ട്. ഓക്കെ, നിങ്ങൾ ഫൈനൽ എത്തുമ്പോൾ AFM-ലൊക്കെ പഠിക്കും പുട്ട് ആൻഡ് കോൾ പാരിറ്റി തിയറി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പുട്ടല്ല, ഇത് വേറെ പുട്ട്. ഓക്കെ, അപ്പോൾ അത് പുട്ട് പോലെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 7 മാർക്ക് 5 മിനിറ്റിൽ കിട്ടും. 7 മിനിറ്റ് സേവ് ചെയ്യാം. 12 മിനിറ്റിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ 5 മിനിറ്റിൽ ചെയ്താൽ 7 മിനിറ്റ് സേവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 7 മിനിറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് സേവ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തീർക്കണം കേട്ടോ. അതൊക്കെ മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്റ്റ് പറഞ്ഞ് ഓൾറെഡി അറിയുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് കൂൾ ഓഫ് ടൈമിൽ തന്നെ ഇതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് 4 ഫീച്ചർ ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതുക. ഈ 4 ഫീച്ചർ ടു ക്യാപിറ്റൽ റിസർവ് അവർ ചോദിച്ചിട്ടില്ല, ബട്ട് എഴുതുന്നത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു നോളജ് കൂടി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ. ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് റീഇഷ്യൂമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വരുന്ന 4 ഫീച്ചറും ദെൻ അതിനുശേഷം റീഇഷ്യൂ വരുമ്പോൾ ക്യാപിറ്റൽ റിസർവിലോട്ട് ഇതിൻ്റെ ബാലൻസ് എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നത് ഒരു ബേസിക് എൻട്രിയാണ്. ദാറ്റ് ഷുഡ് ബി റിട്ടേൺ. ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എടാ ഇത് തന്നെയാണ് ജൂൺ 24-ലത്തെ സെയിം ക്വസ്റ്റ്യൻ. നമുക്കൊരു 40% കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, തിയററ്റിക്കൽ മാർക്കറ്റ് പ്രൈസ്, വാല്യൂ ഓഫ് റൈറ്റ്. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാ, കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുമ്പിലത്തെ വീഡിയോയിലും ഉണ്ട്. ഫസ്റ്റ് ചെയ്ത ജൂൺ 24-ലും സെയിം ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുന്നത് ഡിസംബർ 23 ശരിക്കും ജൂൺ 24 എക്സാം എഴുതാൻ പോകുന്നവർ ഡിസംബർ 23-ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ സിമിലർ ക്വസ്റ്റ്യൻ ചോദിച്ചേനെ. ഓക്കെ, അപ്പോൾ ചെയ്തിട്ട് പോയവർക്കൊക്കെ അടിപൊളി, ദാറ്റ്സ് ഫൈൻ. ദെൻ മൂന്നാമത്തെ നമ്മളുടെ ഏതാ, ഷെഡ്യൂൾ 3 ആയിരിക്കും. ഓക്കെ, ഷെഡ്യൂൾ 3 നമുക്ക് ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തു തരാം, നെക്സ്റ്റ് വീഡിയോ വരും. ദെൻ ഇനി ഏതാ 4A. ഓക്കെ, ഇലക്ട്രിസിറ്റി കമ്പനി. ഇൻഡേസ് അല്ല, എന്താ ഇൻഡേസ് എഴുതി, ഇലക്ട്രിസിറ്റി കമ്പനിയിൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത് ഇത് അതിനേക്കാളും ബോണസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നുമില്ല ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് സോൾവ് ചെയ്ത് തരാം. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നത്. ഇതിനൊന്നും ഇനിയും കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ സമയമില്ല. ഇവര് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇലക്ട്രിസിറ്റി കമ്പനീസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇത് ശരിക്കും അവർ ഓടിന്നാണ് എടുത്ത് അല്ലെങ്കിൽ ഒരു ലോണിൽ നിന്നാണ് എടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ അവരുടെ ആ സ്പെൻഡിങ് ടോട്ടൽ കണക്കാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? ഇയർ 1, ഇയർ 2, ഇയർ 3 എത്ര വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്? 5. ഇയർ 4, ഇയർ 5. ഓക്കെ, ഇയർ 1-ല് 2000 പ്ലസ് കോസ്റ്റ് ഓഫ് സെക്കൻഡറി ഫ്യൂവൽ ഓയിൽ ചിലവുകൾ പറയാണ് 200 ഫോർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ. അപ്പോൾ 200 ഇയർ 1-ഉം 200 ഇയർ 2-ഉം. 2000 എല്ലാത്തിലും ഉണ്ട്. 2000. ഇതിലൊന്നും പ്രത്യേകിച്ച് കോൺസെപ്റ്റ് പറഞ്ഞു തരാനൊന്നുമില്ല. 200 2 കൊല്ലും, പിന്നെ 300 വെച്ചിട്ടും 300. ദെൻ O&M എന്തായിരുന്നു? അതർ മെയിൻ്റനൻസോ വാട്ടെവർ. ഓക്കെ, OM എന്തായിരുന്നു? മറന്നു പോയടാ പിള്ളേരെ. ഞാൻ അതിൻ്റെ സ്പ്ലിറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവർ സ്പ്ലിറ്റ് ഒന്നും തന്നിട്ടില്ല. ഫൈൻ. അടുത്തത് O&M എക്സ്പെൻസ് 250, 250, 350, 350. ഇതൊക്കെ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട ബിറ്റ് പരിപാടികളാണ്. ഓക്കെ, ദെൻ റിസീവബിൾസ് കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല, വൈകുകയാണ്. അപ്പോൾ നമ്മളുടെ ഇതിലുള്ള ശരിക്കും ക്യാഷ് ഫ്ലോയിനെ ബാധിക്കുകയാണ്. ഇത് ശരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ കണക്കാക്കുന്ന സമയത്ത് ഈ റിസീവബിൾസിനെ കണക്കാക്കണം. 1800, 1800, 1800 കഴിഞ്ഞോ? എടാ ഒന്നുമില്ല, 2000, 200, 250, ഒരു 100 വിട്ടുണ്ട് കേട്ടോ. മെയിൻ്റനൻസ് 100 വെച്ചിട്ട് എല്ലാ വർഷവും ഉണ്ട്. 100, 100, 100, 100, 100. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ നിങ്ങളുടെ മെറ്റീരിയലിലുണ്ട്. അതിന് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 2000 പ്ലസ് 200 പ്ലസ് 250 പ്ലസ് 1800 പ്ലസ് 100, 4350. സെക്കൻഡ് ഇയറിലും 4350 തന്നെ ആയിരിക്കും, ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. തേർഡിൽ 3, 4, 5 ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ 2000 പ്ലസ് 300 പ്ലസ് 350 പ്ലസ് 1800 പ്ലസ് 100, 4550 വരും. 4550.
കഴിഞ്ഞു. ഇതിന്റെ മുകളിൽ 12% കണക്കാക്കി കഴിഞ്ഞാൽ അതാത് വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ കിട്ടും. ഇവിടെയൊക്കെ 4350, 4350, 4550, 4550, 4550, 12, 12, 12, 12, 12 പെർസെൻറ്റേജ്. 4350 × 0.12, 522. ഡയറക്റ്റ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക, ക്വസ്റ്റ്യൻ തീർന്നു. ഇതിൻ്റെ സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയലുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ 25. ഇതൊന്ന് ചെയ്ത് ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് തോന്നുന്നത്. 2000 സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ അടക്കം ഫിഗർ മാറിയോ വിചാരിച്ചു, ഫിഗർ പോലും മാറിയിട്ടില്ല. 546 സെയിം ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേഷൻ 25. ഇതാണ് ഫോർമാറ്റ്. ഇത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഓൾ ഗുഡ്. ഓക്കെ, ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരാനില്ല. ഈ ഫോർമാറ്റ് പഠിക്കുക. ഇലക്ട്രിസിറ്റി ഒക്കെ എന്താ പറയുക, ഉറങ്ങണീച്ചിട്ട് പോയിട്ട് അങ്ങനെ പോയി എഴുതേണ്ട ചാപ്റ്ററാണ്. ഈ ഒരു ഫോർമാറ്റ് പഠിക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ മുകളിൽ 12% അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? ഇത് കഴിഞ്ഞു. പിന്നെ ഏതാ? 33 ഞാൻ പറഞ്ഞു. മറ്റേ നമ്മൾ ഷെഡ്യൂൾ 3യും ക്യാഷ് ഫ്ലോയും 33യും കൂടി ഒരുമിച്ചാണ് ചെയ്യുക. പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഉള്ളത് ഏതാ? ഇനിതാ ലാസ്റ്റ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. എടാ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണക്കാക്കണം. റിവേഴ്സ് മെത്തേഡാണ്. റിവേഴ്സ് മെത്തേഡിനെ പറ്റിയിട്ട്, അതായത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുക ഡയറക്റ്റ് മെത്തേഡിൽ എന്തായിരുന്നു, നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസുകളൊക്കെ മൈനസ് ചെയ്തു ക്യാഷ് ബേസിസിൽ. ദെൻ അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് വന്നു. ഇവരിവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം. 5 മിനിറ്റിൽ ചെയ്യും, കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യനേ ഉള്ളൂ. നെറ്റ് പ്രോഫിറ്റ് 6,80,000 എന്ന് പറഞ്ഞ് തന്നു. ഈ 6,80,000 കിട്ടാൻ വേണ്ടി കുറേ സാധനങ്ങൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ക്യാഷ് റിലേറ്റഡ് അല്ലാത്ത ഐറ്റത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുക. നോൺ ക്യാഷ് ഐറ്റംസ് ഉണ്ടാവും, അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. നോൺ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസിങ്ങിലോ ഇൻവെസ്റ്റിങ്ങിലോ വരുന്ന ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയും ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. 6,80,000 ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ബോറോയിങ്സ്. ഈ 80,000 എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഈ നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ ഇത് മൈനസ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് ഇത് ആക്ച്വലി ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ വരേണ്ടതാണ്. ഇത് നെറ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി തിരിച്ച് ആഡ് ചെയ്ത് ലെസ് ചെയ്തത് കൊണ്ട് ഇതിനെ നമ്മൾ തിരിച്ച് എന്ത് ചെയ്യാണ്, ഇതിവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മളിതിനെ തിരിച്ച് ആഡ് ചെയ്യാണ്. 80,000 ആഡ് ബാക്ക് ചെയ്യുക. ഇത് ഇവിടുത്തെ അല്ല. അപ്പൊ ഈ എക്സ്പെൻസ് കാരണം കുറഞ്ഞു നിൽക്കുന്നതിനെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെന്താ, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ 1,70,000 നോൺ ക്യാഷ് ഐറ്റം ആണ്, പ്ലസ് 1,70,000. ട്രാൻസ്ഫർ ടു റിസർവ് 1,00,000. ഈ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് നോൺ ക്യാഷ് പോലെയുള്ള ഐറ്റംസ് ആണ്. ഇതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൈനസ് ആയി കിടക്കുന്നുണ്ടാവും, തിരിച്ച് ആഡ് ചെയ്യുക. പ്ലസ് ടോട്ടൽ എത്ര വരും? ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6,80,000 പ്ലസ് 80,000 പ്ലസ് 1,70,000 പ്ലസ് 1,00,000 ഒരു 10,30,000 വന്നു ആഡ് ചെയ്യാനുള്ളതൊക്കെ. ഇനി ഗെയിൻ ഓൺ സെയിൽ ഓഫ് മെഷീൻ. മെഷീൻ വിറ്റിട്ട് എനിക്കൊരു 60,000 രൂപ ഗെയിന് കിട്ടി. ഇത് ശരിക്കും P&L ഇൻകം സൈഡ് വന്നിട്ടുണ്ടാവും. ബട്ട് ഇത് ശരിക്കും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ പോകേണ്ടതാണ്. ഇത് ഇൻകം ആയത് കാരണം നെറ്റ് പ്രോഫിറ്റ് കൂടി കിടക്കുന്ന ഐറ്റമാണ്. തിരിച്ചതിനെ റെഡ്യൂസ് ചെയ്യുക. 60,000 മൈനസ് ചെയ്യണം. 10,30,000 മൈനസ് 60,000 9,70,000. ഇനി എന്ത് ചെയ്യണം? ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റും കറന്റ് ലൈബിലിറ്റിയിലും വരുന്ന ചേഞ്ചസ് ക്യാഷ് ഫ്ലോയിൽ എന്ത് എഫക്റ്റ് വരുത്തുന്നു നോക്കുക. കറന്റ് അസറ്റുകൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ എന്ന് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യണം. സ്റ്റോക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ആലോചിച്ചാൽ മതി നിങ്ങൾ. ശരിക്കും ഇത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ വർക്കിംഗ് കൂടുകയാണോ കുറയാണോ എന്ന് ആലോചിക്കുമ്പോൾ സ്റ്റോക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്രിസ്പ് ആയിട്ട് ക്ലിക്ക് ആവും. ഓക്കെ, സ്റ്റോക്ക് കൂടി എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് വി ആർ സ്പെൻഡ് ഫോർ സ്റ്റോക്ക് ആൻഡ് ദെർബൈ അവർ ക്യാഷ് ബാലൻസ് ഹാസ് ബീൻ ഡിക്രീസ്ഡ്. അപ്പോൾ കറന്റ് അസറ്റുകളെല്ലാം സ്റ്റോക്ക് പോലെ എല്ലാ കറന്റ് അസറ്റും
കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ കുറയണമെന്ന് തിങ്ക് ചെയ്യുക. ഇനി കറണ്ട് അസറ്റിന്റെ വാല്യൂ കുറയുകയാണെന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇറ്റ് സോൾഡ് ആൻഡ് ക്യാഷ് ഹാസ് ബീൻ റിയലൈസ്ഡ്. ആ രീതിക്ക് വിചാരിച്ചാൽ മതി. കറണ്ട് അസറ്റുകൾ കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോ കൂടണം എന്ന് പറഞ്ഞിട്ട് ആലോചിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു തന്നാണ്. ഇതിന് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലർ ക്ലാസ്സിലായിരിക്കും നോക്കുക. എനിവേ, സിമ്പിളായിട്ട് കാര്യം എളുപ്പത്തിൽ എക്സാമിന് തൊട്ട് മുമ്പല്ലേ, അപ്പോൾ വന്നിട്ട് ഞാൻ പിന്നെയും ഇങ്ങനെ പഠിക്കും അങ്ങനെ പഠിക്കും എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ആലോചിക്കാം. കറണ്ട് ലൈബിലിറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സ് പോലെയുള്ളവരൊക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഇവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ലൈബിലിറ്റി ഒക്കെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാലൻസ് കൂടുന്നത് പോലെ കണക്കാക്കുക. ലൈബിലിറ്റീസ് ഒക്കെ കുറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കുറയണമെന്ന് വിചാരിക്കുക. ഓക്കെ, ട്രേഡ് റിസീവബിൾ 5,50,000 480 അപ്പോൾ 70,000 രൂപ ഞാൻ റിയലൈസ് ചെയ്തു, എനിക്ക് ക്യാഷ് വരികയാണ്, പ്ലസ് 70,000. ട്രേഡ് പേയബിൾ 3,80,000 എന്നുള്ളത് 4,00,000 ആയി, ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്, എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ട് എന്ന് വിചാരിക്കുക, 20,000 പ്ലസ് ചെയ്യുക. ഓക്കെ, ഇൻവെന്ററി 2,80,000 3,20,000 ഞാൻ അഡീഷണലി പർച്ചേസ് ചെയ്താണെന്ന് വിചാരിക്കുക, മൈനസ് 40,000. ക്യാഷിന് എന്ത് സംഭവിക്കണമെന്നാണ് ആലോചിക്കേണ്ടത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റാണ്, 40,000 എന്നുള്ളത് 50,000 ആയി. എന്താണ് ഇപ്പൊ ഇതിനിപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റോക്ക് ആണെന്ന് വിചാരിക്കുക. സ്റ്റോക്ക് 40-50 ആയി കഴിഞ്ഞാൽ എന്ത് പറയും, നിങ്ങൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്താണെന്ന് വിചാരിക്കും. മൈനസ് ചെയ്യേണ്ട ഐറ്റമാണ് 10,000. ഇനി ഏതാ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ലയബിലിറ്റി ആണ്, 10,000 എന്നുള്ളത് 30,000 ആയി. ട്രേഡ് പേയബിൾ 3,80,000 4,00,000 ആയപ്പോൾ എന്താ ചെയ്തത്, ക്യാഷ് കൂടി എന്നുള്ളതല്ലേ നമ്മൾ വിചാരിച്ചത്. അതേപോലെ 10,000 എന്നുള്ളത് 30,000 ആയി കഴിഞ്ഞാൽ ആഡ് 20,000. എനിക്ക് നേരത്തെ കിട്ടി, എനിക്ക് ക്യാഷ് ഫ്ലോ കൂടി, അത്രയേ ഉള്ളൂ മീനിങ്. ഓക്കെ, 9,70,000 പ്ലസ് 70,000 പ്ലസ് 20,000 മൈനസ് 40,000 മൈനസ് 10,000 പ്ലസ് 20,000 10,30,000. ഇതാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. സിമ്പിൾ അല്ലേ? ഇത് ക്യാഷ് ഫ്ലോയുടെ ഒക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിനി ഷെഡ്യൂൾ 3 വരുന്ന സമയത്താണ് ഡീറ്റെയിൽ ആയിട്ട് ക്യാഷ് ഫ്ലോയിൽ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ക്യാഷ് ഫ്ലോ ചെറുതീർതൊക്കെ സോൾവ് ചെയ്തിട്ട് പോകുന്നുണ്ട്. മാറ്റിവെച്ച ഷെഡ്യൂൾ 3 ക്വസ്റ്റ്യൻസും മെറ്റീരിയലത്തെ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുകൂടി ചെയ്യാം, ഈ പറഞ്ഞ പോലെ ക്യാഷ് ഫ്ലോയുടെ വലിയ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പൊടി തട്ടി പോകാം. ഇനി നമുക്ക് അടുത്തത് 2024 ഡിസംബറിന്റെ മോക്ക് ഉണ്ട്. മോക്ക് നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്, അത് ചെയ്യാനുണ്ട്. ബട്ട് അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇനി ഷെഡ്യൂൾ 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലോട്ടും EPS പോലുള്ള ക്വസ്റ്റ്യൻസിലോട്ടും ഒക്കെ പോവാം. അത് കഴിഞ്ഞ് വന്ന് ഒരു മോക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് മോക്ക് കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. MCQ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് തരാം. ഓൾ ഗുഡ്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നല്ല രസമാണ് ഇതൊക്കെ ചെയ്യാൻ. സുഖമായിട്ട് 50-ൽ 40-ന് മുകളിൽ സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ് ദി ക്ലാസ്. ഷോ സം ലവ് in the form of comments, likes and subscribe.